ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്നതിന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഫീമെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ ഫാക്ടർ ഉണ്ട്. ഇത് രണ്ടുമല്ലാതെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, കാരണമൊന്നും ഇല്ലാതെയും ഇൻഫെർട്ടിലിറ്റി വരാം എന്നുള്ള ഒരു റീസൺ ഉണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റീസൺ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രെസ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണോ? തീർച്ചയായും അതെ. നമുക്കറിയാം, കല്യാണം കഴിഞ്ഞ് ഒരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് ഒരു ട്രീറ്റ്മെന്റിലേക്ക് കയറുന്ന ഒരു കപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ലേഡി എന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് നമുക്കൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ പോലും ചിലപ്പോൾ അവരുടെ ആ സ്ട്രെസ്സിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഡെപ്ത് നമുക്ക് മനസ്സിലാകണമെന്നില്ല. എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് വരുന്നത്? നമ്മൾ ആ പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ഡെയിലി ഉള്ള വിസിറ്റ്, പിന്നെ അതിന്റെ കൂടെ മരുന്നുകൾ, ഇഞ്ചക്ഷൻസ്, റിപ്പീറ്റഡ്ലി ഉള്ള സ്കാൻസ്, ഇതിനേക്കാളൊക്കെ പുറമെ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫാമിലിയിൽ നിന്നുള്ളത്, സൊസൈറ്റിയിൽ നിന്നുള്ളത്, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. അപ്പൊ എന്ത് പറ്റും ഈ സ്ട്രെസ് വരുമ്പോൾ? നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള ഹോർമോൺസിന്റെ അകത്തുള്ള പ്രൊഡക്ഷനിൽ വ്യത്യാസം വരികയും ഇത് അണ്ടാശയത്തിന്റെ ഹോർമോൺ പ്രൊഡക്ഷനെ ബാധിക്കുകയും അതിൽ കൂടെ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് വരികയും ഇത് ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യുവാണ്.